ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്ന് നമ്മളൊരു ക്ലാസ് ആയിട്ടല്ല, ഒരു മോക്ക് ടെസ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. ടു സെയിൻറ്റ് എന്ന പുസ്തകം എഴുതിയ അദ്ദേഹത്തിൻ്റെ ഭിന്നശേഷിക്കാരനായ മകനെ കൊണ്ടാണ് തൻ്റെ പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കുന്നത്. ആരാണ് ഇദ്ദേഹം എന്നാണ് ചോദ്യം. ടു സെയിൻറ്റ് എന്ന പുസ്തകം എഴുതിയ വ്യക്തി ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ആനന്ദ് ശർമ്മ, ഓപ്ഷൻ ബി PV അഖിലാണ്ടൻ, ഓപ്ഷൻ സി അരുൺ ഷുറി, ഓപ്ഷൻ ഡി മുൽക് രാജ് ആനന്ദ്. ആൻസർ ഓപ്ഷൻ സി അരുൺ ഷുരിയാണ്. ടു സെയിൻറ്റ് എന്ന പുസ്തകം എഴുതിയത് ഇദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ഭിന്നശേഷിക്കാരനായ മകനെ കൊണ്ട് പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കെട്ടിടങ്ങൾക്കുള്ളിൽ മറഞ്ഞിരിക്കുന്നവരെ അവർ അറിയാതെ നിരീക്ഷിക്കുവാൻ സഹായിക്കുന്ന ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ ഏജൻസി വികസിപ്പിച്ചെടുത്ത തെർമൽ ഇമേജിംഗ് റഡാറിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ എ അഗ്നി, ഓപ്ഷൻ ബി ദിവ്യചക്ഷു, ഓപ്ഷൻ സി ആകാശ്, ഓപ്ഷൻ ഡി പൃഥ്വി. ആൻസർ എന്താ വരുന്നത്? ഓപ്ഷൻ ബി ദിവ്യചക്ഷു ആണ്. കെട്ടിടങ്ങൾക്കുള്ളിൽ മറഞ്ഞിരിക്കുന്നവരെ അവരറിയാതെ നിരീക്ഷിക്കുവാൻ സഹായിക്കുന്ന ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ ഏജൻസി വികസിപ്പിച്ചെടുത്ത തെർമൽ ഇമേജിംഗ് റഡാറിൻ്റെ പേര് എന്ന് പറയുന്നത്. കേരളത്തിലെ നവീന ശിലായുഗ കേന്ദ്രം ഏതാണ് എന്നാണ് അടുത്ത ചോദ്യം. ഓപ്ഷൻ എ വയനാട്, ഓപ്ഷൻ ബി എടക്കൽ, ഓപ്ഷൻ സി മറയൂർ, ഓപ്ഷൻ ഡി അട്ടപ്പാടി. ആൻസർ ബി എടക്കൽ ആണ് കേരളത്തിലെ നവീന ശിലായുഗ കേന്ദ്രം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതാനുഭവങ്ങൾ ചിത്രീകരിക്കുന്ന സിനിമയാണ് മേക്കിംഗ് ഓഫ് മഹാത്മാ എന്നത്. അത് ആരാണ് ഇതിൻ്റെ സംവിധായകൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ സത്യജിത് റേ, ഓപ്ഷൻ ബി ശ്യാം ബെനഗൽ, ഓപ്ഷൻ സി റിച്ചാർഡ് ആറ്റൻബറോ, ഓപ്ഷൻ ഡി അടൂർ ഗോപാലകൃഷ്ണൻ. ഇതിൻ്റെ ആൻസർ ശ്യാം ബെനഗർ ആണ്. ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതാനുഭവങ്ങൾ ചിത്രീകരിക്കുന്ന സിനിമയായ മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന സിനിമയുടെ സംവിധായകൻ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായത് കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് തെറ്റായത്? ക്ഷയം ഡോട്ട് ടെസ്റ്റ്, ഡിപ്തീരിയ ഷിക് ടെസ്റ്റ്, ഡെങ്കിപ്പനി ടൂർണിക്കറ്റ് ടെസ്റ്റ്, സിഫിലിസ് ലെപ്രമിൻ ടെസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരിക തെറ്റായത് എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്. സിഫിലിസിൻ്റെ ടെസ്റ്റ് വന്നിട്ട് വാസവ്മാൻ ടെസ്റ്റാണ്. അപ്പോൾ ക്ഷയത്തിൻ്റെ ടെസ്റ്റാണ് ഡോട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത്, ഡിപ്തീരിയയുടെ ടെസ്റ്റാണ് ഷിക് ടെസ്റ്റ് എന്ന് പറയുന്നത്, ഡെങ്കിപ്പനിയുടെ ടെസ്റ്റാണ് ടൂർണിക്കറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്, സിഫിലിസിൻ്റെ ടെസ്റ്റ് വാസവ്മാൻ ടെസ്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ലെപ്രമിൻ ടെസ്റ്റ് എന്നത് തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന വാതകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ ബി മീഥേന്, ഓപ്ഷൻ സി ഓസോണ്, ഓപ്ഷൻ ഡി ഹൈഡ്രജന്. അപ്പോൾ ഇതിലെ ആൻസർ വരുന്നത് ഹൈഡ്രജൻ ആണ്. ബാക്കിയെല്ലാം ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാവുന്നതാണ്. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേന്, ഓസോണ്, അതുപോലെ നൈട്രിക് ഓക്സൈഡ്, പിന്നെ ഏതാണ് വരുന്നത് നീരാവി എന്നിവയെല്ലാം അതിന് ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന വാതകങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ സെറിബെല്ലത്തെക്കുറിച്ച് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ തലച്ചോറിലെ ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന ഭാഗം, ഓപ്ഷൻ ബി മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ പ്രധാന ഭാഗം, ഓപ്ഷൻ സി ശരീരത്തിലെ പേശികളുടെ ചലനങ്ങളെ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഭാഗം, ഓപ്ഷൻ ഡി തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗം. അപ്പോൾ ഇതിൽ നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം ഏറ്റവും ഇതിൽ തെറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. കാരണം തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് സെറിബ്രമാണ്. രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. അപ്പോൾ സെറിബെല്ലത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഒന്ന് രണ്ടാമത്തെ വലിയ ഭാഗം എന്ന് നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ തലച്ചോറിൻ്റെ തുലനാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന ഭാഗം. പിന്നെ മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം, അതായത് മദ്യം കുടിച്ചിട്ട് ബെല്ലും ബ്രേക്കും ഇല്ലാണ്ട് പോവുകയാണെന്ന് പറയില്ല, അതുപോലെ. പിന്നെ ശരീരത്തിലെ പേശികളുടെ ചലനങ്ങളെ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഭാഗം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 63 ഉപരാഷ്ട്രപതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓപ്ഷൻ ബി രാഷ്ട്രപതിയുടെ അഭാവത്തിൽ എത്ര കാലം വേണമെങ്കിലും ഉപരാഷ്ട്രപതിക്ക് രാഷ്ട്രപതിയായി ചുമതല നിർവഹിക്കാൻ കഴിയും. ഓപ്ഷൻ സി ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഓപ്ഷൻ ഡി രാജ്യസഭാ ചെയർമാൻ എന്നതാണ് ഉപരാഷ്ട്രപതിയുടെ ഔദ്യോഗിക പദവി.
അപ്പോൾ ആൻസർ എന്താണ് വരുന്നത്? ഇതിൽ തെറ്റായത് വരുന്നത് ഓപ്ഷൻ ബി ആണ്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ എത്ര കാലം വേണമെങ്കിലും ഉപരാഷ്ട്രപതിക്ക് രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കാൻ കഴിയും എന്നത് തെറ്റാണ്. കാരണം 6 മാസം വരെ മാത്രമാണ് ഉപരാഷ്ട്രപതിക്ക് ആ ചുമതലകൾ നിർവഹിക്കാൻ കഴിയുക. അതിനുള്ളിൽ പുതിയ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കണം. അപ്പോൾ ഇതിൽ ശരിയായത് നമുക്കൊന്ന് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 63 ഉപരാഷ്ട്രപതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. രാജ്യസഭാ ചെയർമാൻ എന്നാണ് ഉപരാഷ്ട്രപതിയുടെ ഔദ്യോഗിക പദവി. അപ്പോൾ രാജ്യസഭാ ചെയർമാൻ ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 12 വർഷത്തിലൊരിക്കലാണ് മാമാങ്കം ഉത്സവം നടക്കുന്നത്. ഓപ്ഷൻ ബി, മാമാങ്കത്തിൻ്റെ രക്ഷാധികാരി എന്ന പദവി ആദ്യകാലങ്ങളിൽ വഹിച്ചിരുന്നത് വള്ളുവ കോനാതിരി ആയിരുന്നു. ഓപ്ഷൻ സി, മാമാങ്കം നടത്തിപ്പിൻ്റെ അധികാരം കോഴിക്കോട് സാമൂതിരിയിൽ നിന്ന് വള്ളുവ കോനാതിരി പിടിച്ചെടുത്തു. ഓപ്ഷൻ ഡി, മാമാങ്കത്തിൽ സാമൂതിരിയെ വധിക്കാനായി വള്ളുവ കോനാതിരി അയച്ചിരുന്ന ധീരയോദ്ധാക്കൾ അറിയപ്പെട്ടിരുന്നത് ചാവേറുകൾ എന്നാണ്. അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവന വരുന്നത് സി ആണ്. കാരണം നമ്മൾ പറഞ്ഞു ആദ്യത്തേത് 12 വർഷത്തിലൊരിക്കലാണ് മാമാങ്കം ഉത്സവം നടക്കുന്നത്. ശരിയാണ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. മാമാങ്കത്തിൻ്റെ രക്ഷാധികാരി എന്ന പദവി ആദ്യകാലങ്ങളിൽ വഹിച്ചിരുന്നത് വള്ളവ കോനാതിരി ആയിരുന്നു എന്ന് പറഞ്ഞല്ലേ, അതും ശരിയാണ്. അങ്ങനെയാകുമ്പോൾ മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. കാരണം മാമാങ്കം നടത്തിപ്പിൻ്റെ അധികാരം കോഴിക്കോട് സാമൂതിരിയിൽ നിന്ന് വള്ളുവ കോനാതിരി പിടിച്ചെടുത്തത് എന്നുള്ളത് തെറ്റാണ്. കാരണം വള്ളുവ കോനാതിരിയിൽ നിന്നാണ് കോഴിക്കോട് സാമൂതിരി പിടിച്ചെടുത്തത്. മാമാങ്കത്തിൽ സാമൂതിരിയെ വധിക്കാനായി വള്ളുവ കോനാതിരി അയച്ചിരുന്ന ധീരയോദ്ധാക്കൾ അറിയപ്പെടുന്നത് ചാവേറുകൾ എന്ന് തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, തെറ്റായ ജോഡി കണ്ടെത്തുക. കേരളത്തിലെ ആദ്യ സാക്ഷരതാ നഗരം കോഴിക്കോട്. ഓപ്ഷൻ ബി, കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ നിയമസഭാ മണ്ഡലം ഇരിങ്ങാലക്കുട. ഓപ്ഷൻ സി, ഇന്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ ന്യൂസ് പേപ്പർ മലയാള മനോരമ. ഓപ്ഷൻ ഡി, മലയാളത്തിൽ വെബ്സൈറ്റ് ആരംഭിച്ച ആദ്യ ബാങ്ക് SBI. ഇതിൽ തെറ്റായ പ്രസ്താവനയെ ചോദിച്ചിരിക്കുന്നത്. ഇതിൽ 2 തെറ്റാണ്. ഓപ്ഷൻ സിയും തെറ്റാണ്, ഓപ്ഷൻ ഡിയും തെറ്റാണ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ എന്തായിരുന്നു? കേരളത്തിലെ ആദ്യ സാക്ഷരതാ നഗരം കോഴിക്കോട്. അപ്പോൾ ഈ സാക്ഷരതാ നഗരമാണ് കേട്ടോ, സാക്ഷരതാ നഗരം എന്ന് ഓർക്കരുത്. ഈ സാക്ഷരതാ നഗരമാണ് കോഴിക്കോട്. കേരളത്തിൽ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ നിയമസഭാ മണ്ഡലം ഇരിങ്ങാലക്കുട. കേരളത്തിൽ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ നിയമസഭാ മണ്ഡലം ഇരിങ്ങാലക്കുട. അതായത് ഒരു കമ്പ്യൂട്ടർ വാങ്ങി വരട്ടെ അർദ്ധരാത്രിയും അവൻ കുട പിടിച്ച് നടക്കുകയാണ് എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ കുട ഓർത്ത് വയ്ക്കുക. കേരളത്തിൽ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ നിയമസഭാ മണ്ഡലം ഇരിങ്ങാലക്കുട. ഇന്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ ന്യൂസ് പേപ്പർ മലയാള മനോരമയല്ല, അത് ദീപികയാണ്. മലയാളത്തിൽ വെബ്സൈറ്റ് ആരംഭിച്ച ആദ്യ ബാങ്ക് SBI അല്ല, SBT ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കാനാണ്. കുറച്ച് കമ്മീഷനുകൾ വന്നിട്ടുണ്ട്. മണ്ഡൽ കമ്മീഷൻ, സർക്കാരിയ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, രാധാകൃഷ്ണൻ കമ്മീഷൻ. അതുപോലെ അതിന് ഓപ്ഷൻ തന്നിട്ടുള്ളത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ, വിദ്യാഭ്യാസം, ഇവ എന്തിനെക്കുറിച്ച് പഠിക്കാനും വേണ്ടി വന്ന കമ്മീഷനാണെന്നാണ് ചോദ്യം. സർവകലാശാല വിദ്യാഭ്യാസം, പിന്നോക്ക സമുദായം എന്നിവയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ചേരുംപടി ചേർക്കാനാണ്. നമുക്ക് നേരിട്ട് ചേർക്കാം. ഇതിൽ ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. മണ്ഡൽ കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ട് വന്നതാണ്? മണ്ഡൽ കമ്മീഷൻ പിന്നോക്ക സമുദായക്കാരുമായി ബന്ധപ്പെട്ട് വന്നതാണ് മണ്ഡൽ കമ്മീഷൻ എന്ന് പറയുന്നത്. സർക്കാരിയ കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ട് വന്നതാണ്? സർക്കാരുമായി ബന്ധപ്പെട്ട് വന്നതാണെന്ന് ഓർത്തു വെക്കുക. കേന്ദ്ര സംസ്ഥാന സർക്കാരുമായി എന്ന് ഓർത്തു വെക്കുക. കേന്ദ്ര സംസ്ഥാന ബന്ധവുമായി ബന്ധപ്പെട്ടിട്ടാണ് സർക്കാരിയ കമ്മീഷൻ വന്നത്. കോത്താരി കമ്മീഷൻ, രാധാകൃഷ്ണൻ കമ്മീഷൻ, ഇവർ രണ്ടുപേരും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വന്നതാണ്. കോത്താരി കമ്മീഷൻ വിദ്യാഭ്യാസം, രാധാകൃഷ്ണൻ കമ്മീഷൻ സർവകലാ വിദ്യാഭ്യാസം. രാധാകൃഷ്ണൻ കമ്മീഷൻ എന്താണ്? സർവകലാ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വന്നതാണ്. അപ്പോൾ മണ്ഡൽ കമ്മീഷൻ പിന്നോക്ക സമുദായം, സർക്കാരിയ കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ, കോത്താരി കമ്മീഷൻ വിദ്യാഭ്യാസം, രാധാകൃഷ്ണൻ കമ്മീഷൻ സർവകലാ വിദ്യാഭ്യാസം. തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കുക. ഓപ്ഷൻ എ, ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് M വിശ്വേശ്വരയ്യ. ഓപ്ഷൻ ബി, പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചലപതി റാവു. ഓപ്ഷൻ സി, സംസ്കൃത നാടകത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കാളിദാസൻ. ഓപ്ഷൻ ഡി, തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭു. ഇതിൽ
തെറ്റായവ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? എം വിശ്വേശ്വരയ്യ തന്നെയാണ്. പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചലപതി റാവു ആണ്. സംസ്കൃത നാടകത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കാളിദാസനാണ്. തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി അല്ല, റിപ്പൺ പ്രഭു ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ കുറിച്ച് തെറ്റായവ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ, എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നല്ല രാഷ്ട്രത്തെ തരാം. ഓപ്ഷൻ ബി, അസാധ്യം എന്നൊന്ന് എൻ്റെ നിഘണ്ടുവിലില്ല. ഓപ്ഷൻ ഡി, 100 ബയണറ്റുകളേക്കാൾ ശക്തമാണ് 4 പത്രങ്ങൾ. ഓപ്ഷൻ ഡി, ഭീരുക്കൾ പലതവണ മരിക്കുമ്പോൾ ധീരന്മാർ ഒരു തവണ മരിക്കുന്നു. ഓപ്ഷൻ എ, എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നല്ല രാഷ്ട്രത്തെ തരാം എന്നുള്ളത് അദ്ദേഹത്തിന് ഫേമസ് ആയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, അത് ശരിയാണ്. ഓപ്ഷൻ ബി, അസാധ്യം എന്നത് എൻ്റെ നിഘണ്ടുവിലില്ല, അതും ശരിയാണ്. ഓപ്ഷൻ സി, 100 ബയണറ്റുകളേക്കാൾ ശക്തമാണ് 4 പത്രങ്ങൾ, അതും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ഓപ്ഷൻ ഡി ആണ് തെറ്റ്. ഭീരുക്കൾ പലതവണ മരിക്കുമ്പോൾ ധീരന്മാർ ഒരു തവണ മരിക്കുന്നു എന്നതാണ് തെറ്റായ പ്രസ്താവന. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ കാലത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവന. ദേശീയ ഗാനത്തെക്കുറിച്ചിട്ടാണ്. ദേശീയ ഗാനത്തെക്കുറിച്ചിട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 1, ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. 2, ദേശീയഗാനത്തെ അംഗീകരിച്ചത് 1950 ജനുവരി 24. 3, ദേശീയഗാനം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം കൊൽക്കത്ത സമ്മേളനം. 4, ദേശീയഗാനത്തിന് ഈണം നൽകിയത് ജദുനാഥ് ഭട്ടാചാര്യ. ഇതിൽ ഏതാണ് ശരിയെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ദേശീയഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. അല്ലാതെ നമുക്ക് എല്ലാവർക്കും അറിയാം. ദേശീയഗാനത്തെ അംഗീകരിച്ചത് 1950 ജനുവരി 24-നാണ്. ദേശീയഗാനം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം കൊൽക്കത്ത സമ്മേളനമാണ്. ദേശീയഗാനവും ദേശീയഗീതവും കൊൽക്കത്ത സമ്മേളനമാണ്. രണ്ടും 2 വർഷമാണെന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത്, ദേശീയഗാനത്തിന് ഈണം നൽകിയത് ജദുനാഥ് ഭട്ടാചാര്യ അല്ല, അദ്ദേഹം ദേശീയഗീതത്തിനാണ് ഈണം നൽകിയിട്ടുള്ളത്. ദേശീയഗാനത്തിന് ഈണം നൽകിയത് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, തെറ്റായവ കണ്ടെത്തുക. ദേശീയ പതാക. ഓപ്ഷൻ എ, ദേശീയ പതാക പിംഗലി വെങ്കയ്യ. ഓപ്ഷൻ ബി, ദേശീയ ചിഹ്നം സാരാനാഥിലെ ഡിയർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്ന്. ഓപ്ഷൻ സി, ദേശീയ കലണ്ടർ ശകവർഷ കലണ്ടർ. ഓപ്ഷൻ ഡി, ദേശീയ ഗീതം രവീന്ദ്രനാഥ ടാഗോർ. നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അതിനെക്കുറിച്ച് നോക്കിയിട്ടുള്ളൂ. ഡി ആണ് തെറ്റായത്. ദേശീയ ഗീതം ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ദേശീയ ഗാനമാണ് രവീന്ദ്രനാഥ ടാഗോർ എഴുതിയിട്ടുള്ളത്. ദേശീയ പതാക പിംഗലി വെങ്കയ്യ തന്നെയാണ്. ചിഹ്നം നമ്മൾ എടുത്തിട്ടുള്ളത് സാരാനാഥിലെ ഡിയർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ്. ദേശീയ കലണ്ടർ ശകവർഷ കലണ്ടറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ലയാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, മലപ്പുറം. ഓപ്ഷൻ ബി, പാലക്കാട്. ഓപ്ഷൻ സി, കണ്ണൂർ. ഓപ്ഷൻ ഡി, തിരുവനന്തപുരം. ആൻസർ എ, മലപ്പുറമാണ്. ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ലയാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഓപ്ഷൻ എ, മലപ്പുറമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അതീവ സുരക്ഷാ വ്യക്തിഗത വിവരങ്ങളായ പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ എന്നിവ വ്യാജമാർഗത്തിലൂടെ ചോർത്തിയെടുക്കുന്ന പ്രവൃത്തി അറിയപ്പെടുന്നത്. ഓപ്ഷൻ എ, ഹാക്കിംഗ്. ഓപ്ഷൻ ബി, ഫിഷിംഗ്. ഓപ്ഷൻ സി, സൈബർ സ്കോട്ടിംഗ്. ഓപ്ഷൻ ഡി, ഡാറ്റ ഡിഡ്ലിംഗ്. ആൻസർ ബി, ഫിഷിംഗ് ആണ്. അതീവ സുരക്ഷാ വ്യക്തിഗത വിവരങ്ങളായ പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ എന്നിവ വ്യാജമാർഗങ്ങളിലൂടെ ചോർത്തിയെടുക്കുന്ന പ്രവൃത്തിയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അടുത്തത്, തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. എ, ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്ന വർഷമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഓരോ സംഘടനകളും നിലവിൽ വന്ന വർഷമാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ, ഐക്യരാഷ്ട്ര സംഘടന 1945 ഒക്ടോബർ 24. ഓപ്ഷൻ ബി, യുണിസെഫ് 1946 ഡിസംബർ 11. ഓപ്ഷൻ സി, യുനെസ്കോ 1945 നവംബർ 16. ഓപ്ഷൻ ഡി, WTO. ഓപ്ഷൻ ഡി, WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ 1995 ഒക്ടോബർ 1. അതിൽ തെറ്റായത് ഏതാണെന്ന ചോദ്യം. ഓപ്ഷൻ ഡി ആണ് തെറ്റായത്. ഐക്യരാഷ്ട്ര സംഘടന 1945 ഒക്ടോബർ 24 തന്നെയാണ് നിലവിൽ വന്നത്. യുണിസെഫ് 1946 ഡിസംബർ 11 തന്നെയാണ് നിലവിൽ വന്നത്. യുനെസ്കോ 1945 നവംബർ 16 തന്നെയാണ് നിലവിൽ വന്നത്. WTO നിലവിൽ വന്നത് 1995 തന്നെയാണ്, പക്ഷെ ഒക്ടോബർ 1 അല്ല, ജനുവരി 1 നിലവിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ,
ശാസ്ത്രജ്ഞന്മാരുടെ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന വൻകര ഏത്? ഏറ്റവും വേഗത്തിൽ കാറ്റ് വീശുന്ന വൻകര, വലുപ്പത്തിൽ 5ാം സ്ഥാനത്തുള്ള വൻകര, ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം ഏത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ ഏഷ്യ, ഓപ്ഷൻ ബി ആഫ്രിക്ക, ഓപ്ഷൻ സി അന്റാർട്ടിക്ക, ഓപ്ഷൻ ഡി തെക്കേ അമേരിക്ക. ആൻസർ അന്റാർട്ടിക്കയാണ്. ഇതിൽ കോൾഡ് സ്റ്റോറേജ് എന്നും 5ാം സ്ഥാനം എന്ന് കേട്ടാലും നമുക്ക് മനസ്സിലാവില്ല. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അന്റാർട്ടിക്കയാണ്. ശാസ്ത്രജ്ഞന്മാരുടെ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നു. ഏറ്റവും വേഗത്തിൽ കാറ്റ് വീശുന്ന വൻകരയാണ്, വലുപ്പത്തിൽ 5ാം സ്ഥാനത്തുള്ള വൻകരയാണ്, ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡവുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കാഴ്ച പരിമിതർക്കായുള്ള ആദ്യ T20 ലോകകപ്പ് കിരീടം നേടിയത് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പാകിസ്ഥാൻ, ഓപ്ഷൻ ബി ഇന്ത്യ, ഓപ്ഷൻ സി ബംഗ്ലാദേശ്, ഓപ്ഷൻ ഡി ഓസ്ട്രേലിയ. ഇന്ത്യയാണ് കാഴ്ച പരിമിതർക്കായുള്ള ആദ്യ T20 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായവ കണ്ടെത്തുക. 1. കോശകേന്ദ്രമായ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ്. 2. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് MJ സ്ലീഡൻ ആണ്. 3. ജന്തുകോശം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷാൻ ആണ്. 4. നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാവൂ എന്ന് കണ്ടെത്തിയത് റുഡോൾഫ് വിർഷോയാണ്. അപ്പോൾ ഇതിൽ ആൻസർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എല്ലാം ശരിയാണ്. അതായത് ന്യൂക്ലിയസ് കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ്. ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. അതുപോലെ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് MJ സ്ലീഡൻ ആണ്. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് MJ സ്ലീഡൻ ആണ്. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷാൻ ആണ്. നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാവൂ എന്ന് കണ്ടെത്തിയത് റുഡോൾഫ് വിർഷോയാണ്. എല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കാനാണ് തന്നിട്ടുള്ളത്. 1. കോശത്തിലെ ഊർജ്ജ നിലയം. 2. കോശത്തിലെ ദൃഢതയും ആകൃതിയും നൽകുന്ന കോശാംഗം. 3. കോശത്തിലെ മാംസ്യനിർമ്മാണ കേന്ദ്രം. 4. ജലം, ലവണം, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കാനുള്ള സംവിധാനം. ഇതിൽ നമുക്ക് ഓപ്ഷനായി തന്നിട്ടുള്ളത് മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോം, ഫാനം എന്നിവയാണ്. 1. കോശത്തിലെ ഊർജ്ജ നിലയം. 2. കോശത്തിലെ ദൃഢതയും ആകൃതിയും നൽകുന്ന കോശാംഗം. 3. കോശത്തിലെ മാംസ്യനിർമ്മാണ കേന്ദ്രം. 4. ജലം, ലവണം, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കാനുള്ള സംവിധാനം. ഇതിൽ ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത് മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോം, ഫാനം എന്നിവയാണ്. ഇത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. അതായത് കോശത്തിൻ്റെ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയയാണ്. കോശത്തിലെ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്നത്. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്ന കോശാംഗം ഏതാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്ന കോശാംഗം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം ഏതാണ്? റൈബോസോം. കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം റൈബോസോമാണ്. ജലം, ലവണം, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കാനുള്ള സംവിധാനമാണ് ഫേനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇതുപോലെ ചേരുംപടി ചേർക്കാനാണ് ഇവിടെ തന്നിട്ടുള്ളത്. 1. സെറിബ്രം, സെറിബെല്ലം, തലാമസ്, ഹൈപ്പോതലാമസ് എന്നിവയാണ്. സെറിബ്രത്തിൽ നിന്നും സെറിബ്രത്തിലേക്കും വരുന്ന ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം. അതുപോലെ ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രം. സി. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലനനില പാലിക്കാൻ സഹായിക്കുന്നു. ഡി. ശരീര താപനില നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു എന്നാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് സെറിബ്രത്തിൻ്റെ എന്താ വരിക? ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രമാണ് അല്ലേ സെറിബ്രം എന്ന് പറയുന്നത്. അപ്പോൾ സെറിബെല്ലത്തിൻ്റെ എന്താ പറയുക? പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലനനില പാലിക്കാൻ സഹായിക്കുന്നതാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. തലാമസ് എന്താ വരിക? തലാമസ് സെറിബ്രത്തിൽ നിന്നും സെറിബ്രത്തിലേക്കും വരുന്ന ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ് തലാമസ് എന്ന് പറയുന്നത്. ഹൈപ്പോതലാമസ് ശരീര താപനില നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു എന്നതാണ് ആൻസർ വരിക. ഇതിൽ ഓപ്ഷൻസ് കൊടുത്തതിൽ കുറച്ച് തെറ്റ് പറ്റിയിട്ടുണ്ട്. ഇതിൽ ഓപ്ഷൻസ് കൊടുത്തത് തെറ്റാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞത് കേട്ടിട്ട് പഠിച്ചാൽ മതി. അതായത് സെറിബ്രം ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രം. സെറിബെല്ലം പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലനനില പാലിക്കാൻ സഹായിക്കുന്നു. തലാമസ് സെറിബ്രത്തിൽ നിന്നും സെറിബ്രത്തിലേക്കും വരുന്ന ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം. ഹൈപ്പോതലാമസ് ശരീര താപനില നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ആൻസർ. ഇതിൽ ഓപ്ഷൻ കൊടുത്തതിൽ മിസ്റ്റേക്ക് പറ്റിയിരിക്കുകയാണ്.
അടുത്ത ക്വസ്റ്റ്യൻ, നെഫ്രൈറ്റിസ് ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? ഓപ്ഷൻ എ കരൾ, ഓപ്ഷൻ ബി വൃക്ക, ഓപ്ഷൻ സി ഹൃദയം, ഓപ്ഷൻ ഡി ശ്വാസകോശം. ആൻസർ വൃക്കയാണ് നെഫ്രൈറ്റിസ് ബാധിക്കുന്ന രോഗം. വൃക്കയെ ബാധിക്കുന്ന രോഗമാണ് നെഫ്രൈറ്റിസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പുരാണ കഥകളെയും കഥാപാത്രങ്ങളെയും അനുരൂപമായ ആംഗികങ്ങളിലൂടെ അഭിനയിച്ചവതരിപ്പിക്കുന്ന ഏകാഭിനയം, അതുപോലെ പ്രധാന സംഗീത ഉപകരണം മിഴാവാണ് ഇതിൻ്റെ. അതുപോലെ സരസവും ലളിതമായ കേരളീയ കഥാകഥന സമ്പ്രദായം, ഇവയെല്ലാം ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. പുരാണ കഥകളെയും കഥാപാത്രങ്ങളെയും അനുരൂപമായ ആംഗികങ്ങളിലൂടെ അഭിനയിച്ച് അവതരിപ്പിക്കുന്ന ഏകാഭിനയം, അതുപോലെ ഇതിലെ പ്രധാന സംഗീതോപകരണം എന്ന് പറയുന്ന മിഴാവാണ്. സരസവും ലളിതവുമായ കേരളീയ കഥാകഥന സമ്പ്രദായം എന്നിവ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കൂടിയോട്ടം, ഓപ്ഷൻ ബി കൂത്ത്, ഓപ്ഷൻ സി കഥകളി, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. അതിലെ ആൻസർ ഓപ്ഷൻ ബി കൂത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ, തിരുകൊച്ചി സംസ്ഥാനത്തിൻ്റെ രാജപ്രമുഖൻ പദവി വഹിച്ചത് ആരാണ്? എ മാർത്താണ്ഡവർമ്മ, ബി സ്വാതി തിരുനാൾ, സി ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ്, ഡി രാമവർമ്മ പരിഷിത്ത് തമ്പുരാൻ. ആൻസർ ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവാണ് തിരുകൊച്ചി സംസ്ഥാനത്തിൻ്റെ രാജപ്രമുഖൻ പദവി വഹിച്ചിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 1956 നവംബർ 1 കേരളം ഉൾപ്പെടെ എത്ര സംസ്ഥാനങ്ങളാണ് നിലവിൽ വന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 29, ഓപ്ഷൻ ബി 28, ഓപ്ഷൻ സി 14, ഓപ്ഷൻ ഡി 18. ആൻസർ ഓപ്ഷൻ സി 14 എന്നതാണ്. ഇപ്പം എത്രയാണ്? 28 അല്ലേ? അതിൽ മുമ്പ് എത്രയായിരുന്നു? 29 ആയിരുന്നു. അപ്പോൾ 14 സംസ്ഥാനങ്ങളാണ് 1956 നവംബർ 1 നിലവിൽ വന്നത്. ഇന്ത്യയിൽ ആദ്യമായി സൈബർ കോടതി നിലവിൽ വന്നത് എവിടെയാണ്? ഓപ്ഷൻ എ തിരുവനന്തപുരം, ഓപ്ഷൻ ബി ന്യൂഡൽഹി, ഓപ്ഷൻ സി ബാംഗ്ലൂർ, ഓപ്ഷൻ ഡി ചെന്നൈ. ആൻസർ ഓപ്ഷൻ ബി ന്യൂഡൽഹി എന്നതാണ് ആൻസർ. ഇന്ത്യയിൽ ആദ്യമായി സൈബർ കോടതി നിലവിൽ വന്നത് എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഭൂപടങ്ങളിൽ തോതുകൾ രൂപപ്പെടുത്താൻ ഉപയോഗിക്കുന്ന രീതി ഏവ? ഓപ്ഷൻ എ പ്രസ്താവന രീതി, ഓപ്ഷൻ ബി ഭിന്നക രീതി, ഓപ്ഷൻ സി രേഖാരീതി, ഓപ്ഷൻ ഡി ഇവയെല്ലാം. ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്നതാണ്. കാരണം ഭൂപടങ്ങളിൽ തോത് രൂപപ്പെടുത്താൻ ഉള്ള 3 രീതികളാണ്: പ്രസ്താവന രീതി, ഭിന്നക രീതി, രേഖാരീതി എന്നിവ. അടുത്ത ക്വസ്റ്റ്യൻ, ഏതിനം ശിലക്ക് ഉദാഹരണമാണ് മാർബിൾ? മാർബിൾ ഏതിനം ശിലക്ക് ഉദാഹരണമാണ്? എ ആഗ്നേയശില, ബി അവസാദശില, സി കായാന്തര ശില, ഡി ഇവയൊന്നുമല്ല. അപ്പോൾ മാർബിൾ എന്ന് പറയുന്നത് കായാന്തര ശിലക്ക് ഉദാഹരണമാണ്. അതായത് ആഗ്നേയശില പിന്നീട് അവസാദ ശിലയാകുമെന്ന് നമ്മൾ പറഞ്ഞില്ല, പൊടിഞ്ഞിട്ട് എന്ന്. പിന്നീട് അത് കായാന്തര ശിലയായി മാറുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കായാന്തര ശിലയ്ക്ക് ഉദാഹരണമാണ് മാർബിൾ എന്ന് പറയുന്നത്. പ്രതിമകളുടെ നഗരം എന്ന് വിശേഷണമുള്ള ജില്ല ഏതാണ്? എ കോഴിക്കോട്, ബി കാസർഗോഡ്, സി തിരുവനന്തപുരം, ഡി കണ്ണൂർ. ആൻസർ സി തിരുവനന്തപുരമാണ്. ആൻസർ സി തിരുവനന്തപുരമാണ് പ്രതിമകളുടെ നഗരം എന്ന് വിശേഷണമുള്ള ജില്ല. അടുത്ത ക്വസ്റ്റ്യൻ, മൈസൂരിലെ വലിഗർ സമുദായത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള പോരാട്ടത്തിൽ അവരെ സഹായിച്ച കേരളീയൻ ആരാണ് എന്നാണ്. ഓപ്ഷൻ എ കുമാരനാശാൻ, ഓപ്ഷൻ ബി കുര്യാക്കോസ് ഏലിയാസ് ചാവറ, ഓപ്ഷൻ സി ഡോക്ടർ പൽപ്പു, ഓപ്ഷൻ ഡി ശ്രീ നാരായണ ഗുരു. ആൻസർ സി ഡോക്ടർ പൽപ്പു ആണ് മൈസൂരിലെ വലിഗർ സമുദായത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള പോരാട്ടത്തിൽ അവരെ സഹായിച്ച കേരളീയൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ യങ് ഇന്ത്യ പത്രത്തിൻ്റെ മാതൃകയിൽ കെ.പി. കേശവ മേനോൻ ആരംഭിച്ച പത്രം ഏതാണ് എന്നാണ്. ഓപ്ഷൻ എ മലയാള മനോരമ, ഓപ്ഷൻ ബി കേരള പത്രിക, ഓപ്ഷൻ സി മാതൃഭൂമി, ഓപ്ഷൻ ഡി ദീപിക. അപ്പോൾ അതിന് ആൻസർ ഓപ്ഷൻ സി മാതൃഭൂമിയാണ്. ഗാന്ധിജിയുടെ യങ് ഇന്ത്യ പത്രത്തിൻ്റെ മാതൃകയിൽ കെ.പി. കേശവ മേനോൻ ആരംഭിച്ച പത്രം. അപ്പോൾ മാതൃഭൂമി പത്രം ആരംഭിച്ച ആരാണ്? കെ.പി. കേശവ മേനോൻ. ഏതിൻ്റെ മാതൃകയിൽ? ഗാന്ധിജിയുടെ യങ് ഇന്ത്യ പത്രത്തിൻ്റെ മാതൃകയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, സമുദായ പരിഷ്കരണി എന്ന മാസികയുടെ സ്ഥാപകൻ ആര്? ഓപ്ഷൻ എ സുബ്രഹ്മണ്യൻ തിരുമുമ്പ്, ഓപ്ഷൻ ബി സി കൃഷ്ണപിള്ള, ഓപ്ഷൻ സി കെ കേശവൻ, ഓപ്ഷൻ ഡി കണ്ടത്ത് വർഗീസ് മാപ്പിള. ആൻസർ ഓപ്ഷൻ ബി സി കൃഷ്ണപിള്ളയാണ് സമുദായ പരിഷ്കരണി എന്ന മാസികയുടെ സ്ഥാപകൻ.
അടുത്ത ക്വസ്റ്റ്യൻ, കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രി ആര്? ഓപ്ഷൻ എ ഇക്കണ്ട വാര്യർ, ഓപ്ഷൻ ബി പട്ടം താണുപിള്ള, ഓപ്ഷൻ സി പനമ്പിള്ളി ഗോവിന്ദൻ മേനോൻ, ഓപ്ഷൻ ഡി പറവൂർ ടി.കെ. നാരായണപിള്ള. ആൻസർ സി പനമ്പിള്ളി ഗോവിന്ദ മേനോനാണ് കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രി. അവസാന പ്രധാനമന്ത്രി ആരാണ്? ഇക്കണ്ട വാര്യർ. അപ്പോൾ കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രി പനമ്പിള്ളി ഗോവിന്ദ മേനോൻ, അവസാന പ്രധാനമന്ത്രി ഇക്കണ്ട വാര്യറാണ്. നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി എന്നറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം ഏത്? നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി എന്നറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ഓപ്ഷൻ എ വയനാട് വന്യജീവി സങ്കേതം, ഓപ്ഷൻ ബി പെരിയാർ വന്യജീവി സങ്കേതം, ഓപ്ഷൻ സി നെയ്യാർ വന്യജീവി സങ്കേതം, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. അപ്പോൾ നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി എന്നറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതമാണ്. പെരിയാർ വന്യജീവി സങ്കേതമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. കുറേ പ്രസ്താവന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനത്തെ എടുത്തത് പറഞ്ഞാൽ, ആ പ്രസ്താവന ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതിലൂടെ നമ്മൾ കൂടുതൽ പോയിന്റ്സ് പഠിക്കുക എന്നതുകൊണ്ടാണ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എടുക്കാൻ കാര്യം. ഇതിൽ കുറേയൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.